അപ്പോഴേ രാവിലെ വിശക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് അല്ലേ കൂട്ടുകാരെ? ഇപ്പോൾ കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് കുറച്ച് പരിപാടികൾ രാവിലെ ഉണ്ട്. അപ്പം അതിനു മുമ്പ് ഇത്തിരി ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചേക്കാമെന്ന് വെച്ചു. രാവിലെ എന്താണെന്ന് നോക്കാം. ചമ്മന്തി ഉണ്ട്, രണ്ട് ദോശ കഴിക്കാം. ഇപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ കാപ്പിയൊക്കെ കുടിച്ചോ? സമയം ഇപ്പോൾ 10:30 ആയി. ഇപ്പം ഞാൻ കാപ്പിയൊക്കെ കുടിച്ച് ഗുളികയൊക്കെ കഴിച്ചു. അപ്പോൾ ഞായറാഴ്ച ഇത്തിരി പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. നല്ല വെയിലും ചൂടുമായിരുന്നു. അതുകൊണ്ട് വെള്ളം ഒത്തിരി ഒഴിച്ചു കൊടുത്തു. പക്ഷേ ചെടികളെല്ലാം കുറേ നഷ്ടപ്പെട്ട് പിന്നെയും പോയി. അതിൻ്റെ ചൂടും കിഴങ്ങുമൊക്കെ അതിനകത്തുള്ളത് കൊണ്ട് വീണ്ടും ഇപ്പം മഴ ചെറുതായിട്ട് 2-3 നമ്മുടെ നാട്ടിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് വീണ്ടും കിളുത്ത് വരും. ചിലതൊക്കെ രക്ഷപ്പെട്ട് കിട്ടി, ചിലതൊക്കെ അങ്ങ് ഡെഡായിപ്പോയി. ഇതിപ്പം നമ്മുടെ ഇതിലുള്ള വഴി സൈഡിൽ കൂടെ ഇട്ടിരിക്കുന്ന പൈപ്പ് ലൈനാണ്. ഇതിപ്പോൾ ഇട്ടിട്ട് 2 മാസം കഴിഞ്ഞു. ഇരുമ്പ് പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. വെള്ളം എപ്പോൾ വരുമെന്ന് ആർക്കും അറിയില്ല. വേറൊരു കണക്ഷൻ ഉണ്ട്, അതിലൂടെ ആൾക്കാർക്ക് ഇപ്പോൾ വെള്ളം കിട്ടുന്നുണ്ട്. ഇതിൽ വെള്ളം കിട്ടാൻ തുടങ്ങിയിട്ടില്ല. എന്തായാലും വീടുകളുടെ മുമ്പിൽ കൂടെ അല്ല ഇത് പൊട്ടിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറേ വീടുകളുടെ വഴികളൊക്കെ അങ്ങ് ബ്ലോക്കായി ആകെ നാശകോശമായിട്ട് പോയി. നമ്മൾ പിന്നെ കോൺക്രീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടിയൊക്കെ കയറി വരണ്ട. എപ്പോഴൊക്കെ ചെടികളൊക്കെ വീണ്ടും പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ കടലാസ് പൂവിൻ്റെ ചെടിയാണ്. വെട്ടിക്കളയും തോറും അത് വീണ്ടും ആർത്ത് കയറി വരും. അപ്പം ഞാനത് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. കുറച്ച് തണ്ടുകളിപ്പം വലുതായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഞായറാഴ്ച കുറച്ച് പരിപാടികൾ ഇവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് കൂട്ടുകാരെ കാണിക്കാമെന്ന് വെച്ചു. വിശദമായിട്ടില്ല, എന്നാലും ഞാനൊന്ന് കിട്ടിയ സമയം കൊണ്ട് കൂട്ടുകാരെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പം നമ്മൾ ഞായറാഴ്ച നമ്മുടെ ജൈവപ്പന്തലിൻ്റെ പണികളൊക്കെ കുറച്ച് ചെയ്തിരുന്നു. ഇപ്പോൾ ഇത്തിരി മഴയൊക്കെ കിട്ടിയതുകൊണ്ട് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല, ചൂടിച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഞായറാഴ്ച നമ്മളിവിടെ ഒരു നെറ്റ് കെട്ടിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഞായറാഴ്ചയാണ് എനിക്കും വൈഫിനും പരിപാടിയൊക്കെ ഇതുപോലെ വർക്കുകളൊക്കെ ചെയ്യാൻ സമയം കിട്ടുള്ളൂ. തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നാളെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്. ഇപ്പോൾ ബൈപ്പാസ് സർജറി ചെയ്തിട്ട് 1.5 വർഷത്തോളം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ 6 മാസം കൂടിയുള്ളൊരു ചെക്കപ്പിനാണ് നാളെ പോകേണ്ടത്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യണം, റിസൾട്ടെല്ലാം കയ്യിൽ വെക്കണം. അങ്ങനെ അതിന് വേണ്ടിയുള്ള തിരക്കിലാണ്. അപ്പോൾ
ഈ ഞായറാഴ്ച ഞങ്ങളിവിടെ നെറ്റ് അടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പം നെറ്റ് ഇത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പൊക്കത്തിങ്ങനെ ജൈവവേലി ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ മേളിലത്തെ പാർട്ടൊക്കെ കെട്ടാനൊക്കെ വളരെ എളുപ്പമായിരുന്നു. ഇതിങ്ങനെ ഇത് കണ്ടോ, ഈ കയറിങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്താൽ മതിയായിരുന്നു ഈ നെറ്റ്. അത് മേൾഭാഗം അങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴ്ഭാഗത്ത് നമ്മളിങ്ങനെ പൈപ്പ് അലുമിനിയം കമ്പിയാണ് അടിച്ചിരിക്കുന്നത് ഉണ്ടോ. അപ്പം അതിൻ്റെ കുറച്ച് നേട്ടമുണ്ട്. അത് ഞാൻ കൂട്ടുകാർക്ക് പെട്ടെന്ന് വിശദീകരിച്ച് തരാം. നമ്മുടെ വാഴയൊക്കെ പിടിച്ചിട്ടുണ്ട്. ചൂടായിരുന്നുകൊണ്ട് ഞാൻ കോഴീനെ ഇടയ്ക്ക് കുറച്ച് ടൈമൊക്കെ അങ്ങ് അഴിച്ചു വിടുമായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഈ പറമ്പെല്ലാം നല്ല ക്ലീനാക്കി. നോക്കി കണ്ടോ, ഒരു ചെടിയുടെ ഒരു ഒട്ടുമില്ല. ഇത് ഈ പശു തിന്നുന്ന പോലെ അങ്ങോട്ട് പുല്ല് തിന്നുന്ന ഒരു ഇനമാണ്. അതുകൊണ്ട് അവന്മാർ നമ്മുടെ പറമ്പിലെ പുല്ലെല്ലാം തീർത്തു. പിന്നെ ഈ മുറ്റത്തും ഇത് കണ്ടോ പുല്ല്, ഇതെല്ലാം കൊത്തിപ്പറുക്കി തിന്നു. ഇവിടെ നല്ല ക്ലീനായി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ നെറ്റ് അടിച്ചിടുന്നത്. ഇവിടെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അങ്ങ് കടന്നു ചെല്ലാൻ പറ്റത്തില്ല. അപ്പോൾ നല്ലൊരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇവിടെ. നമ്മുടെ കോഴീനെ വളർത്തുന്നിടത്തോട്ട് ഇതിലേ മാത്രമേ നമുക്കിപ്പോൾ കടന്നു വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് പാസേജ് നമ്മൾ ഇതിലേ മാത്രമേ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഈ സ്റ്റെപ്പിൽ കൂടെ മാത്രമേ നമുക്കങ്ങോട്ട് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പയറൊക്കെ മഴ പെയ്തുകൊണ്ട് 3-ാം ഘട്ടമായിട്ട് നല്ല കുറേ പയറുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇപ്പം നമുക്കൊരു 3-4 കിലോ കിട്ടി. നമ്മളൊരു 10-15 തവണയോളം നമ്മുടെ പയർ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും മഴ പെയ്തുകൊണ്ട് നല്ല ആക്റ്റീവായിട്ട് വീണ്ടും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെറ്റ് ഇങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ മുകളിൽ ഞാൻ ചൂട് കുറയാൻ വേണ്ടിയിട്ടൊരു പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു, അതെടുത്ത് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൂട് കുറവുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കോഴികളെ എപ്പോൾ അഴിച്ചു വിട്ടിരിക്കും. ഇത് ചെറിയ കോഴികളാണ്. നമ്മുടെ വലിയ കോഴീനെ മുട്ടയിടാൻ വേണ്ടി ഇപ്പോൾ 10-20 ദിവസമായിട്ട് അവർ മുട്ടയിടുന്നുണ്ട്. ഒരുപാട് മുട്ട ഞങ്ങൾക്ക് കിട്ടി. ഞാനിപ്പോൾ നമ്മുടെ മുട്ട അടവൊക്കെ വെച്ചിട്ടുമുണ്ട്. ഒരു 15 ഗിരിരാജയുടെ മുട്ട ഞാൻ അട വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വിരിഞ്ഞ് വരണം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴി ഇപ്പോൾ ഇതിനകത്ത് അങ്ങ് നിന്നോളും, പുറത്തോട്ട് ചാടിപ്പോകത്തില്ല കണ്ടോ. അപ്പോൾ പുറത്തുനിന്ന് നമുക്ക് വേറെ പക്ഷികളുടെയോ പൂച്ചയുടെയൊക്കെ പക്ഷികളുടെ ഒന്നും ഉപദ്രവം ഉണ്ടാകത്തില്ല. അതൊരു നേട്ടമാണ്. മുകളിലിങ്ങനെ ഈ കവറിങ് ഉള്ളതുകൊണ്ടേ ഇതിത്തല നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇതിങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു കയറിൻ്റെ എഡ്ജിൽ കൂടെ നമ്മൾ കെട്ടിക്കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു അതിരവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ താഴ്ഭാഗം നമ്മൾ തുരുമ്പെടുത്ത് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ കുറേ ആലോചിച്ചതിന് ശേഷമാണ് നമുക്ക് ഒരു മെറ്റീരിയൽ കിട്ടിയത്. അത് ഉപയോഗിച്ചാണ് താഴ്ഭാഗം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ നല്ല കവറിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് 3 സൈഡിൽ നിന്ന് നമ്മുടെ കോഴിക്കൂടിന് ഉൾവശം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ പട്ടിഞ്ഞ് വരത്തില്ല. പൂച്ച എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് ഈ പുറത്തുനിന്ന് നോക്കിയാൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നുണ്ടോ. കംപ്ലീറ്റ് ഓവറോൾ നമുക്ക് നമ്മുടെ കോഴിക്കൂടിൻ്റെ ഒരു വിഷ്വൽ നമുക്കിവിടെ കിട്ടും. അപ്പോൾ പൂച്ച എന്തെങ്കിലും ആ സൈഡിൽ കൂടെ ആ പൂച്ച വരാൻ സാധ്യതയുള്ളത് അതിലെയാണ്. ഇവിടെ പിന്നെ നമ്മൾ എപ്പോഴും ഇവിടെ ഉള്ളതുകൊണ്ട് വരത്തില്ല. അപ്പം ഞങ്ങൾ നോക്കി കോർണർ ഇങ്ങനെ ഇത് കണ്ടോ, ഇത് നമ്മുടെ കറുവച്ചാൽ കടയുണ്ടായിരുന്നു, ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അത് 40,000-50,000 രൂപയുടെ വർക്കായിരുന്നു അവിടെ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് അലുമിനിയം എനിക്ക് മിച്ചം വന്നിരുന്നു. അപ്പോൾ ഞാനത് കളയാതെ, ഞാനൊരു സാധനം പോലും കളയത്തില്ല, അതെല്ലാം സൂക്ഷിച്ച് വെക്കും. അപ്പോൾ എന്തെങ്കിലും എപ്പോഴേലും ഉപകാരം വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ അലുമിനിയം പൈപ്പുകൾ ഇതിനെ സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ നെറ്റ് കെട്ടാൻ വേണ്ടി ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ കുറേ ആലോചിച്ചു. എന്താണ് തുരുമ്പെടുക്കാതെ 2 വർഷത്തോളം ഇരിക്കണ്ടേ, തുരുമ്പെടുക്കാതെ നിൽക്കണമെങ്കിൽ എന്താ കമ്പി